അഖില ലോക രക്ഷകനും ആകമാന വീക്ഷകനും മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കാലത്തിൻ്റെ സമ്പൂർണതയിൽ ജഡത്തിൽ വെളിപ്പെടുകയും ചെയ്ത യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ ഈ പ്രഭാഷണ ശകലങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഞങ്ങൾ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രമേയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ ഈ പേര് നമ്മുടെ മഹാരാജ്യത്തിന് നൽകുന്നത് ഹെറോഡോട്ടസ് എന്ന ചരിത്രകാരനാണ്. ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹെറോഡോട്ടസ് സിന്ധു നദിയുടെ മറുകരയിൽ വസിക്കുന്ന ഒരു ജനതയെ വിശേഷിപ്പിച്ച രസാവഹവും സാന്ദർഭികവുമായ ഒരു ശബ്ദമാണ് ഇൻഡസ് എന്നത്. ആ ഇൻഡസിന് വന്ന രൂപമാറ്റമാണ് ഇന്ത്യ എന്ന ശബ്ദത്തിലേക്ക് പിൽക്കാലഘട്ടത്തിൽ രാഷ്ട്രീയ വ്യാഖ്യാനികളെ, ഭാഷാപണ്ഡിതന്മാരെ, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെ നയിച്ചത് എന്ന് സാന്ദർഭികമായി ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ചുവപ്പുകോട്ടയിൽ ത്രിവർണ്ണ പതാക പാറിച്ചുകൊണ്ട് ആദരണീയനായ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന മോഡിജി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. മനോഹരമായ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ശകലങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഞാനും നിങ്ങളും ഈ സായന്തനത്തിൽ ഈ പ്രസംഗവും കേൾക്കാൻ സന്നിഹിതരായിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണത്തിന് മാത്രമല്ല, ഇന്നത്തെ പതാക ഉയർത്തലിലും ഞാൻ ഒരു അനൗചിത്യം കണ്ടത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഉള്ളടക്കത്തിലേക്ക് കിടക്കാം. വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാക താഴ്ത്തിക്കെട്ടേണ്ട ഒരു ദിവസമായിരുന്നു. ആ പതാകയ്ക്ക് മീതെ ഒരു കരിങ്കൊടി കൂടി ഉയർത്തേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ രാജ്യം കടന്നുപോയിരിക്കുന്നു എന്ന വേദനാജനകമായൊരു സന്ദർഭത്തെ ഓർമ്മപ്പെടുത്താതെ വയ്യ. എന്താണത്? ഞാനും നിങ്ങളും കേട്ട് വായിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയ വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്തയുണ്ട്. രാജസ്ഥാനിലെ ഉദയപൂരിൽ ഒരു പിഞ്ചുബാലൻ തൻ്റെ അധ്യാപകൻ്റെ അടിയേറ്റ് ക്രൂരമായി വധിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് അവൻ ചെയ്ത കുറ്റം? അധ്യാപകന് വച്ചിരുന്ന വെള്ളം അവൻ പിഞ്ചുകരങ്ങൾ നീട്ടി തൻ്റെ നാവിൽ തൊടുവിച്ച് കുടിച്ചു. ജലപാനം ചെയ്ത ആ ബാലനോട് അധ്യാപകൻ ഇത്രയും ക്രോധം വരാൻ കാരണം ആ ബാലൻ അസ്പർശ്യത അനുഭവിക്കുന്ന ഒരു മേഖലയിലെ ഒരു കുട്ടിയാണ്. ചാതുർവർണ്ണ്യത്തിൻ്റെ 4 ഗണങ്ങളിലും പെടാത്ത, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അല്ലാത്ത വർണ്ണസമൂഹങ്ങളുടെ പുറത്ത് ഇന്ത്യ സുദീർഘ വർഷങ്ങൾ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയ ഒരു സമൂഹത്തിൽപ്പെട്ട കുട്ടിയാണ്. ആ കുട്ടി അധ്യാപകൻ്റെ വെള്ളം കുടിക്കുക എന്നതിനപ്പുറത്ത് അവൻ തൊട്ടശുദ്ധമാക്കി തൻ്റെ പാത്രത്തെ. ആ ബാലൻ അറിഞ്ഞില്ല താൻ കുടിക്കുന്ന ഈ വെള്ളം ജീവിതത്തിലെ തന്നെ അവസാനത്തെ വെള്ളമാണെന്ന്. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ നമ്മുടെ രാഷ്ട്രം എത്രയൊക്കെ ആഘോഷിച്ചാലും അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നാൽ ഒരുതരം ശൂന്യത നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നു എന്നത് നമ്മൾ കാണാതിരിക്കരുത് എന്ന് ഞാൻ സാന്ദർഭികമായി ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. സമകാലിക ഇന്ത്യ കടന്നു പോകുന്ന ഏറ്റവും ക്രൂരമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ചെറിയ ഓർമ്മപ്പെടുത്തലാണ് ഈ ദലിത് ബാലൻ്റെ ഭീകരമായ മരണത്തിലൂടെ എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പൊരുൾ എന്നതും നാം മറക്കേണ്ടതില്ല. നമുക്കിനി എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള ഈ സ്വാതന്ത്ര്യം എന്ന പദത്തെ അല്ലെങ്കിൽ ആ ആശയത്തെ വസ്തുതാപരമായി ഒന്ന് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് ചരിത്രാതീത കാലഘട്ടം മുതലുള്ള വ്യത്യസ്തങ്ങളായ രേഖകളുണ്ട്. ഈ സമൂഹത്തിൽ നാനാജാതി മതസ്ഥർ, വ്യത്യസ്ത സംസ്കാരങ്ങളിൽപ്പെട്ട ആളുകൾ എക്കാലഘട്ടത്തിലും ജീവിച്ചിട്ടുണ്ട്. വൈദേശികമായി ഇവിടേക്ക് യാത്ര ചെയ്തു വന്ന വിഭിന്നങ്ങളായ സംസ്കാരങ്ങളെ ഈ രാഷ്ട്രം കൈക്കൊണ്ടിട്ടുണ്ട്. ഇവിടെയുള്ള മനുഷ്യർ മതപരവും രാഷ്ട്രീയവും
സാമൂഹികമായ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും വേണ്ടി വന്ന മതങ്ങളെ, ചിന്തകളെ, ആശയഗതികളെ പുണർന്നിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ ഒരു സമ്മിശ്രമായ ജീവിത ആവിഷ്കരണത്തിലേക്ക് ഈ ജനത കടന്നുപോയിക്കൊണ്ടിരുന്നു എന്നുള്ളത് നാം കാണാതെ ഇരിക്കരുത്. എന്നാൽ നമ്മളുടെ പഠനങ്ങളിൽ, നിരീക്ഷണങ്ങളിൽ പലപ്പോഴും ബ്രിട്ടീഷ് മേൽക്കോയ്മയിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചെന്നും ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം തയ്യാറെടുത്തെന്നുമുള്ള കേവലമായ വികാരപരമായ ഒരു വിചിന്തനം കൊണ്ട് മാത്രം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ ഒരു തിരുത്തലോടെ ഞാൻ തുടങ്ങട്ടെ. 1947 മുമ്പ് ഇന്ത്യക്ക് മഹത്തരമായ ഒരു ഭൂതകാലമുണ്ടായിരുന്നു എന്ന വാദം വളരെ തെറ്റാണ്. അങ്ങനെ ഒരു ഭൂതകാലത്തിൽ ഞാനും നിങ്ങളും അഭിരമിക്കണം, അഭിമാനിക്കണമെന്ന് പഠിപ്പിക്കുന്ന നൂതനമായ ഒരു പ്രവണത ഇന്ന് നമ്മുടെ സാമൂഹ്യ രംഗങ്ങളിൽ, രാഷ്ട്രീയ രംഗങ്ങളിൽ വളരെ ശക്തമായി കേൾക്കാൻ കഴിയുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. ആ ജൽപ്പനത്തോട് ഒരു മറുപടി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് ചരിത്രത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടത്തിൽ പലതരം സംസ്കാരങ്ങൾ, പലതരം ഭാഷക്കാർ, വൈദേശികർ ഒക്കെ നുഴഞ്ഞു കയറി വന്നിട്ടുണ്ട്. കടൽ മുഖാന്തരവും കരയിലൂടെയും യാത്ര ചെയ്ത് ആളുകൾ ഓരോ ഘട്ടത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അവർ ഈ രാജ്യത്തെ കൊള്ളയടിച്ചിട്ടുണ്ട്. അവരുടെ ചില സംഭാവനകൾ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഒപ്പം കൊള്ള നടത്തുവാൻ ആർക്കും വിഷമമില്ലാത്തൊരിടമായി നമ്മുടെ രാജ്യം ചുരുങ്ങിയിട്ടുണ്ട്. ആ കൊള്ളയടിക്ക് വേണ്ടി, വിഭവങ്ങളുടെ ചൂഷണത്തിന് വേണ്ടി മതങ്ങളെ ഉപകരണമാക്കി മാറ്റിയിട്ടുണ്ട്. മർദ്ദനോപകരണങ്ങളാക്കി പൗരോഹിത്യത്തിൻ്റെ, ദൈവീകധികാരത്തിൻ്റെ ഹുങ്കിൽ ഈ രാഷ്ട്രത്തിൽ ജീവിച്ചവരും ഇവിടേക്ക് വന്നവരും ഒരുപോലെ ജനസാമാന്യങ്ങളെ ഞെരുക്കിയിട്ടുണ്ട്. എന്തായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൊതുവായ രാഷ്ട്രീയ സാഹചര്യം എന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരും മുമ്പ് ഇന്ത്യ ഏകദേശം 700ഓളം നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട് കിടന്നിരുന്നു. ഓരോ നാട്ടുരാജ്യങ്ങൾക്കും ഓരോ നീതിയും ഓരോ നിയമവുമായിരുന്നു. ഇന്ത്യ എന്ന് ഞാനും നിങ്ങളും ഇന്ന് വരയ്ക്കുന്ന ആ ഭൂപടത്തിൻ്റെ സങ്കല്പങ്ങൾക്കപ്പുറത്ത്, എൻ്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാടുകൾക്കും പഠനങ്ങൾക്കും അപ്പുറത്ത് ഒരു ജനതയോ ഒരു ദേശീയതയോ ഒരു മാപ്പോ വരയ്ക്കാൻ കഴിയാത്ത വിധം 700-ൽ പരം നാട്ടുരാജ്യങ്ങളായി തമ്മിലടിച്ച് കലഹിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല, പരസ്പരം വാളെടുത്ത് അടുത്തടുത്ത നാടുകളെ കീഴടക്കി നല്ല പെണ്ണിനു വേണ്ടി, നല്ല മണ്ണിനു വേണ്ടി, വിഭവസമൃദ്ധമായ ഭൂവിടങ്ങൾക്ക് വേണ്ടി, ഒഴുകിപ്പോകുന്ന ജലത്തിനു വേണ്ടി, നദിക്കു വേണ്ടി ഒക്കെ കലഹങ്ങൾ കൂടിയിട്ടുണ്ട്. ആ കലഹങ്ങളുടെ മൂർധന്യഘട്ടത്തിലേക്ക് പലതരം വൈദേശികൾ, രാഷ്ട്രീയ സങ്കല്പങ്ങളും അധികാരികളും ഇവിടേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. കൈവച്ചുരം കടന്നു വന്ന ആളുകളുണ്ട്, കടൽ കടന്നു വന്ന ആളുകളുണ്ട്, കരമാർഗം നടന്നു വന്ന ആളുകളുണ്ട്. അഭയാർത്ഥികളായി വന്ന ശേഷം തദ്ദേശവാസികളെ ഞെരുക്കി അമർത്തി അവർക്ക് മീതെ ആധിപത്യം ചെലുത്തിയ ആളുകളുണ്ട്. ഇവിടെ ഇന്ത്യക്കാരായി ഭരിച്ച ചന്ദ്രഗുപ്ത മൗര്യനെ പോലെയുള്ള ചുരുക്കം ചില ആളുകളെ കാണാതിരിക്കുന്നില്ല. അവരുടെ മൗര്യ സാമ്രാജ്യത്തെ കാണാതിരിക്കുന്നില്ല. ജൈനമതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രം ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണാൻ സാധിക്കുന്നത് മുഗളന്മാരുടെ ഒരു ഭരണമാണ്. മുഗളന്മാർക്ക് ശേഷം നമ്മൾ കണ്ട വിചിത്രമായൊരു സംഭവമുണ്ട്. ബംഗാളിലെ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്നു. ഒരു കമ്പനി, നിയമപ്രകാരം ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി, അവരുടെ വ്യവഹാര ഭൂമികയാക്കി നിരവധി നാളുകൾ നമ്മുടെ ഇന്ത്യയെ മാറ്റുകയുണ്ടായി. ഇന്ത്യയിലെ വിലപിടിപ്പുള്ള വനസമ്പത്ത് അവർ കൊള്ളയടിച്ചു. ഇന്ത്യയിലെ വിലപിടിപ്പുള്ള മറ്റിതര ഭൂവിഭവങ്ങൾ കൊള്ളയടിച്ചു. ഇന്ത്യക്കാരായ ആളുകളുടെ അധ്വാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സമാനതകളില്ലാത്ത ക്രൂരതകളിലൂടെ ഇന്ത്യയിലെ ജനസാമാന്യങ്ങളോട് അവർ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ബ്രിട്ടീഷുകാർ മാത്രം ചെയ്തു എന്ന നിലയിലേക്ക് കാര്യങ്ങളെ ചുരുക്കി കാണരുത്. ബ്രിട്ടീഷുകാർ ചെയ്ത ഈ ക്രൂരതയ്ക്കേക്കാൾ വലിയ ക്രൂരതയായിരുന്നു ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ അവരുടെ പ്രജകളോട് ചെയ്തുകൊണ്ടിരുന്നത്. വ്യത്യസ്ത നീതിയായിരുന്നു, ഒരു തെറ്റിന് വ്യത്യസ്ത ശിക്ഷയായിരുന്നു നമ്മുടെ രാജ്യത്ത് നൽകിക്കൊണ്ടിരുന്നത്. ഒരേ തെറ്റ് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ചെയ്താൽ 4 തരം ശിക്ഷയായിരുന്നു ലഭിക്കുന്നത്. ഒരു ബ്രാഹ്മണനാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ബ്രാഹ്മൺ ചെയ്ത തെറ്റ് ഒരു എഴുത്തോലയിൽ എഴുതിയ ശേഷം ആദ്യം അയാളെ ഒരു തുലാസിൻ്റെ തട്ടിലിരുത്തി തൂക്കി, എന്നിട്ട് ആ തൂക്കം കുറിച്ചു വെച്ച അനന്തരം അയാളുടെ പക്കലേക്ക് തൻ്റെ കുറ്റമെഴുതിയ താളിയോല ഏൽപ്പിച്ചു കൊടുത്ത ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ തൂക്കമെടുക്കാൻ കൽപ്പിക്കും.
അപ്പോൾ നിങ്ങൾക്കറിയാം, 70 കിലോ 80 കിലോ തൂക്കം വരുന്നൊരു മനുഷ്യൻ്റെ പക്കലേക്ക് വിശാലമായ ഈ തുലാസിൻ്റെ തട്ടിൽ അയാളെ ഇരുത്തിയിട്ട് 4-5 കഷണം നീളം വരുന്ന ഒരു താളിയോലയിൽ അയാളുടെ കുറ്റം എഴുതിയ ശേഷം ഇങ്ങനെ പിടിച്ചുകൊണ്ട് വീണ്ടും തൂക്കമെടുത്താൽ ആ തൂക്കത്തിൽ ശ്രദ്ധേയമായ മാറ്റം കാണാനാവില്ല. അയാൾ കുറ്റവാളി അല്ല എന്ന് വിധി എഴുതുന്നൊരു പ്രവണത നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന അന്നത്തെ നീതിന്യായ വ്യവസ്ഥയുടെ പ്രത്യേകതയായിരുന്നു. ഇനി ഇതേ കുറ്റം ചെയ്ത ആള് ക്ഷത്രിയനാണെങ്കിൽ ഒരു ശാസന കൊണ്ടൊക്കെ ഒതുങ്ങും, അതിനപ്പുറത്തേക്ക് പോകയില്ല. വൈശ്യനാണ് ചെയ്തതെങ്കിൽ സമാനമായ ഒരു ശിക്ഷ നൽകി അവനെ ഒന്നുകിൽ ചാട്ടവാറിനടിക്കുകയോ അല്ലെങ്കിൽ കുറേ നാളേക്ക് ജയിലിലിടുകയോ കുറ്റത്തിൻ്റെ ഗൗരവമനുസരിച്ചുള്ള ഒരു ശിക്ഷ നൽകുകയാണ് പതിവെങ്കിൽ ശൂദ്രൻ്റെ അരികിൽ കുറെ കൂടി ഗംഭീരമായി പെരുമാറും, അവനും ശിക്ഷ കനത്തതായിരിക്കും. ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഈ ശൂദ്രർ എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ ദലിതരോ ആദിവാസികളോ ഒക്കെയാണെന്നാണ്. അങ്ങനെയല്ല. കളേഡ് പീപ്പിൾ, സവർണർ എന്നറിയപ്പെടുന്ന വർണ്ണത്തോട് കൂടിയവർ എന്ന് മലയാളത്തിൽ അർത്ഥം വരുന്ന ആ ജനവിഭാഗങ്ങളിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ ഇന്ന് നായർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹമായിരുന്നു. ആ സമൂഹം അന്നനുഭവിച്ച ദുരിതങ്ങൾ സമാനതകളില്ലാത്തതാണ്. ഒരുപക്ഷെ ഞാൻ ഈ വേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ബഹുമാനപ്പെട്ട ആ സമൂഹത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് കേട്ടാൽ അറയ്ക്കും വിധമുള്ള ഒട്ടേറെ നിഷ്ഠൂരങ്ങളായ പ്രവൃത്തികളിലൂടെ കടന്നുപോയ യാതനയുടെ പൂർവ്വചരിത്രം അങ്ങനെയോ എന്നവർ ചിന്തിക്കുമാർ ഭീകരമായതുകൊണ്ട് അവരുടെ അഭിമാനബോധത്തിന് ക്ഷതമേൽപ്പിക്കുമെന്നതുകൊണ്ട് ഞാൻ ആ വിധത്തിലേക്ക് കടക്കുന്നില്ല. കൂടുതൽ പഠനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അന്നത്തെ കേരളത്തെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പല കൃതികൾ നമ്മുടെ സമൂഹത്തിൽ ലഭ്യമാണ്. അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ വളരെ പ്രമുഖമായി എനിക്ക് തോന്നുന്നത് ആദരണീയനായ മന്നത്ത് പത്മനാഭൻ അവറുകളുടെ ജീവചരിത്രമാണ്. അതിൽ പരമൊരു ആധികാരികത ആ സമൂഹം അന്നനുഭവിച്ച ക്രൂരതയ്ക്ക് തെളിവായി എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിരത്തുവാനില്ല. വീണ്ടുമുണ്ട് അനവധി കൃതികൾ. കേശവൻ വെളിത്താട്ടിനെ പോലെയുള്ള ആളുകൾ, MGS നാരായണനെ പോലെയുള്ള ആളുകൾ, ഇളംകുളം കുഞ്ഞൻ പിള്ളയെ പോലെയുള്ള ആളുകൾ, ഇവരുടെ പലതരം നിരീക്ഷണങ്ങൾ ആ കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതി എങ്ങനെയായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തും വിധം നമ്മുടെ കണ്ണിൻ മുമ്പിലുണ്ട്. ഇനിയും പറയട്ടെ, നായർ സമുദായ അംഗങ്ങൾ അടക്കമുള്ള ആളുകളുടെ സ്ഥിതി ഇതായിരുന്നെങ്കിൽ ഈഴവരും യാദവരും ദലിതരും ആദിവാസികളും മറ്റ് പിന്നോക്കരുമൊക്കെ അനുഭവിച്ചത് ഏറ്റവും വേദന നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളായിരുന്നു. ഈ നാട്ടുരാജാക്കന്മാരുടെ കീഴിൽ പ്രജ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആശ്രിത പ്രജകളായിരുന്നു ഉണ്ടായിരുന്നത്. പൗരൻ എന്നൊരു പദം ഒരിക്കലും അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് ആദരണീയനായ മോഡിജിയെ വിമർശിച്ചാൽ, അല്ല നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ വിമർശിച്ചാൽ എനിക്കെതിരെ കേസെടുക്കാനൊന്നും ഭരണകൂടത്തിന് സാധിക്കയില്ല. അതിൻ്റെ കാരണം പൗരനവകാശമുള്ള, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ഭരണാധികാരിയെ ന്യായയുക്തമായ വിധത്തിൽ വിമർശിക്കാൻ കഴിയുന്ന ഒരു ഭരണഘടന എനിക്ക് മുമ്പിലുണ്ട്. ആ ഭരണഘടന പൗരന് നൽകുന്ന അധികാര അവകാശവും ഉപയോഗിച്ചുള്ള എൻ്റെ പ്രതിഷേധമായി മാത്രമേ അതിന് വ്യാഖ്യാനം വരുന്നുള്ളൂ. പണ്ടായിരുന്നെങ്കിൽ എനിക്ക് തെരുവിൽ നിന്നുകൊണ്ട് രാജാവിനെ വിമർശിച്ചുകൂടാ. ഞാൻ കഴിയുന്നത് രാജാവിൻ്റെ ഔദാര്യത്തിലാണെന്ന് വിശ്വസിച്ചു കൊള്ളണം. എൻ്റെ പ്രാർത്ഥനകളിൽ, എൻ്റെ സ്വകാര്യതകളിൽ, എൻ്റെ അഭിസംബോധനകളിൽ രാജാവിനെ ദൈവതുല്യമായി കണ്ടുകൊണ്ട് തമ്പുരാനെ എന്ന് വിളിക്കേണ്ട ഒരു പരിസ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ രാജാവിൻ്റെ കരുത്തന്മാരായ സൈനികന്മാർ എൻ്റെ നാവരിയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇങ്ങനെ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൻ്റെ എല്ലാത്തരം അനുഗ്രഹങ്ങളെയും ഒരു മനുഷ്യനെന്ന നിലയിലെ സമൃദ്ധിയെയും എൻ്റെ സുരക്ഷിതത്വത്തെയും ഒക്കെ നിരാകരിച്ചുകൊണ്ട് എൻ്റെ അസ്തിത്വത്തിന് തന്നെ അടിമത്തത്തിൻ്റെ അർത്ഥം കൽപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരുപറ്റം തദ്ദേശീയരായ പ്രമാണിമാരും കൊള്ളയടിച്ചിട്ടുണ്ട്. ഒരു രാജാവും ഇന്ത്യയിൽ നീതി പുലർത്തി തൻ്റെ പൗരന്മാരോട് നീതി പുലർത്തിയിട്ടില്ല. കാരണം പൗരനിലില്ല, പ്രജ മാത്രമാണ്. അങ്ങനെ ആരെങ്കിലും നീതി പുലർത്തിയതിനെ ഇന്ന് വാഴ്ത്തിപ്പാടുന്ന ഉണർത്തുപാട്ടുകാരുണ്ടെങ്കിൽ ഒന്നോർത്തുകൊള്ളണം. അവരൊക്കെ പറയുന്നത് രാജാവിൻ്റെ ഉദാരതയെക്കുറിച്ചാണെങ്കിൽ എനിക്ക് ഔദാര്യം ആവശ്യമില്ല, ഇതെൻ്റെ അവകാശമെന്ന് പറയാനുള്ള ആ സ്വാതന്ത്ര്യ ബോധം ഇന്ത്യൻ പൗരൻ നേടിയെടുത്തത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലാണ്. അതുകൊണ്ട് ഭൂതകാലത്തിൽ എന്തൊക്കെയോ ഗുണങ്ങളുണ്ടായിരുന്നെന്നും അന്നത്തെ സംസ്കാരം മേത്തരമായിരുന്നെന്നും ആ സംസ്കാരത്തെ വൈദേശികർ വന്ന് തട്ടിത്തെറിപ്പിച്ചെന്നും ഇന്ത്യ അതിനു മുമ്പ് കടന്നുപോയത് ഏറ്റവും മഹത്തരമായ ഒരു ചരിത്ര കാലഘട്ടത്തിലൂടെ ആയിരുന്നെന്നും ഇന്നൂറ്റം കൊള്ളുന്നവർ തെളിവ് തന്ന് മുമ്പോട്ട് വരട്ടെ. എനിക്കും നിങ്ങൾക്കും അഭിമാനിക്കാൻ പാകത്തിന് എന്തായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്? എന്ത് പൗരസ്വാതന്ത്ര്യമായിരുന്നു ഉണ്ടായിരുന്നത്? വോട്ടവകാശമുള്ള മനുഷ്യരുണ്ടോ? അത് പോകട്ടെ. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുള്ള മനുഷ്യരുണ്ടോ? സമ്പത്തും
സമൃദ്ധിയുമെല്ലാം ചൂഷണം ചെയ്ത് കൊള്ളയടിച്ച് സ്വന്തം കുടുംബത്തിനും അനുചരന്മാർക്കും വേണ്ടി വകയിരുത്തുന്ന വൃത്തികെട്ട ഒരു രാഷ്ട്രീയ സംസ്കാരം നിലനിന്നിരുന്നു ഇന്ത്യ മഹാരാജ്യത്തിലെ 700ഓളം നാട്ടുരാജ്യങ്ങളിൽ എന്ന് കാണാതിരിക്കരുത്. ഈ അനൈക്യത മുതലെടുത്തുകൊണ്ടാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബംഗാളിൽ നിന്ന് പതുക്കെ ആ നിലയിൽ യാത്ര ചെയ്ത് ക്രമേണ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ അവരൊക്കെ ആധിപത്യം ഉറപ്പിച്ചു. തമ്മിലടിക്കുന്ന നാട്ടുരാജാക്കന്മാരിൽ ചിലരെ കയ്യിലെടുത്തുകൊണ്ട് അടുത്ത നാടുകളിലെ ഏറ്റവും രാഷ്ട്രീയപരമായ ദൗർബല്യം കണ്ടിട്ട് അവർക്കൊപ്പം അണിചേർന്ന് തൊട്ടടുത്ത രാജ്യത്തെ പിടിച്ചെടുക്കുകയും ആ രാജ്യത്തെ ആക്രമിച്ചിട്ട് ആ തങ്ങളെ സഹായിച്ച രാജാവിനെ ആശ്രിത രാജാവാക്കി കൂടെ നിർത്തിക്കൊണ്ട് ആ രാജാവിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പണം കൊടുത്തുകൊണ്ട് തങ്ങൾ നൽകുന്ന രാഷ്ട്രീയ സേവനത്തിന് അല്ലെങ്കിൽ പട്ടാള സേവനത്തിന് തോക്കുധരിച്ച പട്ടാളക്കാരെ കൊണ്ട് വടിയും കമ്പും കുറുവടിയുമേന്തിയ സാധാരണക്കാരായ അന്നത്തെ ഇന്ത്യയിലെ പടയാളികളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി തോക്കുപയോഗിക്കുന്നു. അതിനുള്ള ആർജവം നേടിയ ബ്രിട്ടീഷ് സൈനികരെ ഉപയോഗിച്ചുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനികരെ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത നാടിനെ ആക്രമിച്ചതിൻ്റെ പരിണിതഫലമായി കമ്പനിക്ക് നഷ്ടം വരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ സുരക്ഷിതത്വം തരാം, പകരം നിങ്ങൾ ഞങ്ങൾക്ക് കപ്പം തരൂ. അങ്ങനെ നമ്മുടെ നികുതിപ്പണം മുഴുവൻ അടിച്ചു മാറ്റുന്നു. ഈ നികുതി രാജാക്കന്മാർ ഉണ്ടാക്കുന്നത് ഇവിടെ നിന്ന് 108 വിധ കരം ഈ രാജ്യത്തിലെ പ്രജകളോട് സാധാരണ മനുഷ്യരോട് പിരിച്ചുകൊണ്ട് അടക്കി വാണിരുന്ന ആളുകളെയാണ് ഈ തമ്പുരാൻ എന്ന് വിളിക്കേണ്ടി വരുന്നത്. നമ്മൾ നവോത്ഥാന കാലത്ത് കിട്ടു പന്തളം രാജാവ് ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ. പ്രിയപ്പെട്ടവരുടെ, ഇന്ത്യൻ ഭരണഘടന നിയമം മൂലം നിരോധിച്ച പദമാണ് ഇത്തരം ടൈറ്റിലുകൾ. ഈ രാജ്യത്ത് ഇപ്പോൾ രാജാവില്ല, തമ്പുരാക്കന്മാരില്ല, അടിമയും ഉടമയും അധികാരികളും മേൽക്കോയ്മകളും ഒന്നുമില്ലാത്ത വിധത്തിൽ പൗരൻ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുള്ള ആ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഈ സുപ്രധാന ദിവസം ഞാൻ എൻ്റെ വാക്കിൽ കേൾക്കുന്ന എൻ്റെ മാന്യ സുഹൃത്തുക്കളോട് പറയട്ടെ, ഞാനും നിങ്ങളും ഇനിമേൽ അടിമകളല്ല, മറിച്ച് രാജ്യത്തിന്റെ ഭരണം നിർവഹിക്കുന്ന ഭരണാധികാരികൾ നമ്മുടെ വിനീത സേവകരാണ്. അവർ നമ്മെ സേവിക്കാൻ ബാധ്യസ്ഥരാണ്. അവർ നമ്മുടെ ആജ്ഞ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ആ അധികാരബോധത്തിലേക്ക് ഓരോ പൗരനും വരുവാൻ അവനെ പഠിപ്പിക്കേണ്ടത്, ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. എന്നാൽ അതിൻ്റെ മറുവശത്ത് ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാണാതിരുന്നുകൂടാ. ഇന്ന് നിങ്ങൾക്ക് ആ അധികാരം വിനിയോഗിക്കാൻ പരിമിതികളുണ്ട്. എന്താണ് പരിമിതി? നിയമപരമായ പരിമിതിയല്ല. ഞാൻ പറയുന്നു, ഒരു കാലത്ത് മുഗളന്മാർ ഭരിച്ച നമ്മുടെ നാട്, പിൽക്കാലഘട്ടത്തിൽ നാട്ടുരാജാക്കന്മാർ ഭരിച്ച നമ്മുടെ നാട്, അതിനുശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ച നാട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആവശ്യത്തിന് കൊള്ളയടിച്ച ശേഷം ബ്രിട്ടീഷ് പാർലമെന്റിന് കൈമാറിയ നമ്മുടെ നാട്, ആ ബ്രിട്ടീഷ് പാർലമെന്റ് നിരന്തരമായ സമരത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ഫലമായി ഇന്ത്യ വിട്ടോടുമ്പോൾ ഇന്ത്യക്കാരെ ഏൽപ്പിച്ച തദ്ദേശീയമായ ഒരു ഭരണം നിർവഹിക്കാൻ പാകത്തിന് ഭരണപാഠമുള്ള അറിവുള്ള നെഹ്റുജിയെ പോലെയുള്ള മഹാരഥന്മാരെ ഏൽപ്പിച്ചിട്ട് പോയ ഈ നാട്, ആരാണ് ഇന്ന് ഈ നാട് ഭരിക്കുന്നത്? എനിക്ക് നിങ്ങൾക്ക് ഒരേ സ്വരത്തിൽ ഒരുപക്ഷെ പറയാൻ സാധിക്കുന്ന ഒരു ഉത്തരം ആദരണനായ നരേന്ദ്രമോദിജിയുടെ പേരാണ്. പക്ഷെ ഞാൻ പറയും, അദ്ദേഹം ഒരു നിഴൽ മാത്രമാണ്. അദ്ദേഹം ഒരു നിഴൽ മാത്രമാണ്. ആ നിഴലിൻ്റെ പിന്നിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം അദാനിമാരെ പോലെ, അംബാനിമാരെ പോലെ, അസിം പ്രേംജിയെ പോലെ, വിപ്രോയെ പോലെ, പാണ്ടലൂൺ പോലെ ഏറ്റവും ലോകത്തിലെ തന്നെ അതിസമ്പന്നന്മാരായ ഒരു സമൂഹത്തിന്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങി വേണം ഒരു രാജ്യം ഭരിക്കേണ്ടി വരുന്നത്. ചുരുക്കത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ വിടുമ്പോൾ ഒരു വൈദേശിക മുതലാളിത്തം നമ്മുടെ രാജ്യം വിട്ട് കടന്നുപോയെങ്കിൽ ഇന്നതാ സ്വദേശികമായ മൂലധന ശക്തികൾ ഇന്ത്യ മഹാരാജ്യത്തിൽ എഴുന്നേറ്റിട്ട് എൻ്റെയും നിങ്ങളുടെയും ആഹാരത്തിന് വിലപേശുന്നു, എൻ്റെയും നിങ്ങളുടെയും ബുദ്ധിപരമായ ചിന്താഗതികൾക്ക് വിലപേശുന്നു. നിങ്ങൾ എന്ത് പഠിക്കണം, എന്തായിരിക്കണം നിങ്ങളുടെ സിലബസ്, എന്തായിരിക്കണം നിങ്ങളുടെ ആഹാരം, നിങ്ങളുടെ അടുക്കളയിൽ വേകുന്ന ഭക്ഷണത്തിന്റെ അളവെന്തായിരിക്കണം, അത് മാംസമാണോ മത്സ്യമാണോ, അത് മറ്റേതെങ്കിലും സസ്യ പദാർത്ഥമാണോ, ഇത് നിശ്ചയിക്കാനുള്ള നിങ്ങളുടെ അവകാശങ്ങൾ ഓരോന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ ജാതിമത ശക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൂടി കടന്നു വരുന്നു. ചുരുക്കത്തിൽ ഇന്ത്യയിൽ അനിയന്ത്രിതമായ ഒരു ദേശീയ വികാരം ഇളക്കി വിട്ടുകൊണ്ട് ശത്രുക്കളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാനാവാത്ത ഒരു ഭൂരിപക്ഷ വർഗീയതയുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഇംപ്ലിമെന്റേഷൻ വളരെ ഭൂതപൂർവം ഇവിടെ നടക്കുമ്പോൾ ഞാൻ ഈ രാഷ്ട്രീയ സാഹചര്യം ഈ ഘട്ടത്തിൽ ഒന്ന് ഉറപ്പെടുത്താനുള്ള കാരണമുണ്ട്. ഈ രാജ്യം ഇന്ന് ചിരിച്ച് ചിന്തിക്കത്തക്ക വിധമുള്ള ഒരു അന്തരീക്ഷം സംജാതമാകവേ ഇന്ത്യയുടെ പലയിടങ്ങളിൽ നിന്നായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രതിഷേധങ്ങളെ, ഇത്തരത്തിലുള്ള വകതിരിവുള്ള ഓർമ്മപ്പെടുത്തലുകളെ ഏതെങ്കിലും വിധത്തിൽ ഉന്മൂലനം ചെയ്യണമെന്ന ആഗ്രഹം ഇത്തരം ശക്തികൾ വച്ചു പുലർത്തുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ നമുക്കൊരു അധികാരത്തിൻ്റെ ഒരു ആജ്ഞാശക്തിയുടെ പ്രചോദനമുണ്ട്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. ആ ഭരണഘടന ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നുകൂടി ഞാൻ പറയട്ടെ, ആ ഭരണഘടനയെക്കുറിച്ചുള്ള അവബോധം,
അതേക്കുറിച്ചുള്ള അറിവ്, ആ അറിവാണ് ഓരോ പൗരനും ഉണ്ടാകേണ്ടതെങ്കിൽ ആ അറിവ് നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. വേദമോതുന്ന ശൂദ്രന്റെ കാതിലേക്ക്, അത് കേൾക്കുന്ന ശൂദ്രന്റെ കാതിലേക്ക് ഈയമുരുക്കി ഒഴിക്കുന്ന മനുസ്മൃതിയുടെ തത്വസംഹിതകൾ ഒരു കാലത്ത് ഈ രാജ്യത്തുണ്ടായിരുന്നു. ആ തത്വസംഹിതകൾ മറ്റൊരു രൂപത്തിലും ഭാവത്തിലും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകുവാനുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ ആർജിക്കേണ്ട ശാസ്ത്രീയ അവബോധമാണ്. മനുഷ്യൻ ആർജിച്ചെടുക്കേണ്ട സ്വയംഭരണ അധികാരത്തെക്കുറിച്ചുള്ള മനുഷ്യാവകാശത്തെക്കുറിച്ചുമുള്ള അവൻ്റെ ആ വീക്ഷണമാണ്, ആ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിന് പ്രേരകമായ വിധത്തിൽ ഇന്ത്യയിൽ മറ്റൊരു മൂവ്മെന്റ്, മറ്റൊരു പ്രവർത്തനം ശക്തിപ്പെട്ടിരുന്നു. ആ പ്രവർത്തനത്തിൻ്റെ പേരാണ് സുവിശേഷ പ്രവർത്തനം. ആ സുവിശേഷ പ്രവർത്തനത്തെ ബോധപൂർവം ഇന്ന് മതപരിവർത്തനം എന്ന പേരിൽ ചാപ്പകുത്തി അടിച്ചു മാറ്റാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ കേൾക്കാറുണ്ട്, പാൽപ്പൊടി കൊടുത്ത് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഹാര പദാർത്ഥങ്ങൾ കൊടുത്തിട്ട് ആളുകളെ മതം മാറ്റുന്ന ഒരു ലോബിയായിട്ടാണ് എന്നെപ്പോലെയുള്ള ആളുകളുടെ പ്രഭാഷണത്തെ കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്, വിചിന്തനം ചെയ്യുന്നത്. ബോധപൂർവമായ ഈ കരുനീക്കത്തിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇവറ്റകൾ തന്നെ വിളിച്ചുഘോഷിക്കും, ഇന്ത്യക്ക് മഹത്തരമായ ഒരു സംസ്കാരമുണ്ടായിരുന്നു, ഒരു പാരമ്പര്യമുണ്ടായിരുന്നു, അത് വൈദേശികർ കളങ്കപ്പെടുത്തി. സുഹൃത്തെ, എന്തായിരുന്നു ആ പാരമ്പര്യം? എന്തായിരുന്നു ആ വൈദേശികമായ സംസ്കാരം? ഭർത്താവ് മരിച്ചാൽ അതേ ചിതയിലേക്ക് ഒരു കൊച്ചു പെൺകുട്ടിയായ അയാളുടെ ഭാര്യയെ, 85 വയസ്സ് വരുന്ന വയോവൃദ്ധന്റെ ഭാര്യ 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരിക്കും. 2ഉം 3ഉം ഭാര്യമാർക്കുള്ള ആ മനുഷ്യന്റെ ഏറ്റവും ഒടുവിലത്തെ പെൺകുട്ടിയായിരിക്കും ഇത്. ഇത്തരം സ്ത്രീകളെ അയാളുടെ ചിതയോട് ചേർത്ത് കിടത്തിയ ശേഷം ആ ചിതയിലേക്ക് പച്ചമുളകൾ നേരെ നിവർത്തി വെച്ചിട്ട് അത് വരിഞ്ഞു മുറുക്കി താഴെ തീയിട്ട് കത്തിക്കുന്ന വേദനാജനകമായ കാഴ്ചയുണ്ടായിരുന്നു. ഇത്തരം ഒരു കാഴ്ച കണ്ടിട്ട് മനസ്സ് തകർന്നിട്ട് ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്ക് കത്തെഴുതിക്കൊണ്ട് ഇതാ ഇവിടെ സതി എന്നു പേരായ ഒരു ചതി, ഒരു വൃത്തികെട്ട സംസ്കാരം നമ്മുടെ രാജ്യത്ത് നടപ്പിലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതി ആദ്യം പ്രതികരിച്ച ആളിന്റെ പേര് എനിക്ക് നിങ്ങൾക്കും പലപ്പോഴും മറവിയുടെ ഏതോ തലത്തിലേക്ക് ഇട്ടുകളവാൻ ഇഷ്ടമുണ്ട്. ഞങ്ങൾ അതിനെ തിരുത്തിക്കൊണ്ട് പറയട്ടെ, അത് മഹാനായ വില്യം ഗെറി ആയിരുന്നു. സതിയെക്കുറിച്ച് പറയുമ്പോൾ, ഇത്തരം ദുരാചാരങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ ആളുകൾ ശ്രമിച്ച കഥ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന പേര് രാജാ റാം മോഹൻ റോയുടെ പേരാണ്. പക്ഷേ ചരിത്ര പുസ്തകങ്ങളിലെ ഇത്തരത്തിലെ മുൻവിധിയോടുകൂടിയ എഴുത്തുകൾക്കപ്പുറത്ത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്തിറങ്ങിത്തിരിച്ച വില്യം ഗേറിയെ പോലെയുള്ള ആളുകള്, പണ്ഡിത രമാബായിയെ പോലെയുള്ള ആളുകൾ ഈ രാജ്യത്തുണ്ടായിരുന്നു. അവർ ചെറുത്തു നിൽക്കുക മാത്രമല്ല ചെയ്തത്, കൃത്യമായ നിയമത്തിന്റെ വഴികൾ സ്വീകരിച്ചു. അവർ ബോധവൽക്കരണത്തിന്റെ വഴികൾ സ്വീകരിച്ചു. നമ്മുടെ രാജ്യം ഇങ്ങനെ തള്ളിക്കളഞ്ഞ ആളുകൾ, ഈ വിധവമാരായ ഇത്തരം സ്ത്രീകൾ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ചിതയിൽ ചാടി മരിക്കാൻ കഴിയാതെ ഓടി രക്ഷപ്പെടുന്ന പെൺകുട്ടികളുണ്ട്. തലമൂഢനം ചെയ്ത് തലയിൽ മഞ്ഞൾ തൂത്തിട്ട് ഒരു വല്ലാത്ത വികൃത രൂപത്തിൽ അവർ കാടുകളിലോ മറ്റു സ്ഥലങ്ങളിലോ ഓടി രക്ഷപ്പെട്ടുകൊള്ളുന്ന ഒരു പരിസ്ഥിതി. ദുരാചാരങ്ങളുടെ ഈ മണ്ഡലത്തിൽ നിന്ന് ഈ സ്ത്രീകളെ പിടിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം ആരംഭിച്ച് അവർക്ക് മാറ്റമുണ്ടാകാനുള്ള അവരുടെ പരിരക്ഷയ്ക്ക് വേണ്ടി പുനരധിവാസ കേന്ദ്രങ്ങൾ തുറന്നുകൊണ്ട് വിപ്ലവത്തിന്റെ അത്തരം അണയാത്ത അഗ്നിജാലകൾ തൊടുത്തുവിട്ട ഒരു മഹനീയ വനിതയുടെ പേരാണ് വാസ്തവത്തിൽ പണ്ഡിത രമാബായി. ഒരു ചിത്പവൻ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പണ്ഡിത രമാബായിയുടെ ചരിത്രം ഞാൻ എത്രയോ പ്രഭാഷണങ്ങളിൽ ഓർത്തിട്ടുണ്ട്. പറയട്ടെ, ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെ ഒരു ഉന്നത കുലജാതനായ ചിത്പവൻ ബ്രാഹ്മണനായിരുന്നെങ്കിൽ അതേ കുലത്തിൽ ജനിച്ചു വളർന്ന പണ്ഡിത രമാബായി എന്ന ഈ സ്ത്രീക്ക് ഒരു മാറ്റമുണ്ടായി. വിദഗ്ധയായ സംസ്കൃത പണ്ഡിതയായ രാജ്യം ഒട്ടേറെ ബഹുമതികൾ കൊടുത്ത് പിൽക്കാലത്തിൽ ആദരിച്ച ആ മാന്യ വനിതാരത്നം എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ഇത്തരം കഷ്ടപ്പാടുകൾക്കെതിരെ, സ്ത്രീകളെ തീയിലിട്ട് ചുട്ടുകളയുന്ന ഈ വൃത്തിഹീനതയ്ക്കെതിരെ ശബ്ദമുയർത്തിയത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? അതിന്റെ കാരണം അവരെ തേടിയെത്തിയ മഹത്തരമായൊരു സന്ദേശമുണ്ടായിരുന്നു. ആ സന്ദേശത്തിന്റെ പേര് സുവിശേഷം എന്നായിരുന്നു. ഇന്ത്യ മഹാരാജ്യത്തിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇത് കേവലം പാൽപ്പൊടി കൊടുത്തോ വൈറ്റമിൻ ഗുളികകൾ കൊടുത്തുകൊണ്ടോ സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ അരികിലേക്ക് മാത്രം ചെന്ന മാർഗമല്ല. പണ്ഡിത രമാബായിയെ പോലെ സമൂഹത്തിന്റെ ഉത്തുംഗങ്ങളിൽ വിരാജിക്കുന്ന ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഇന്ത്യയിൽ നവോത്ഥാന കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായി ഈ മാറ്റത്തിന്റെ കാഹളമൂതിക്കൊണ്ട് ഒരു സമൂഹത്തെ, ഒരു സ്ത്രീജനത്തിന്റെ മുഴുവൻ വിമോചനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത്. ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിച്ച് കടന്നു വന്ന വില്യം ഗേറി എന്ന് പറയുന്ന സെനറ്റ് ഓഫ് ഷെറാംപൂർ കോളേജിന്റെ സ്ഥാപകൻ അദ്ദേഹമാണ്. ഇത്തരം മാറ്റങ്ങൾക്ക് വഴിവെച്ച മറ്റൊരു മഹാരഥൻ. ആ കൂടെ രാജാ റാം മോഹൻ റോയുടെ പേര് ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. തീർച്ചയായും അദ്ദേഹത്തിന്റെ മൂവ്മെന്റുകൾ പ്രധാനമായിരുന്നെങ്കിലും ആരംഭം കുറിച്ചത് അദ്ദേഹമായിരുന്നില്ല എന്നുള്ളൊരു സത്യം കൂടി ഞാൻ ഇക്കട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇതിനുശേഷം സംഭവിച്ചത് എന്താണെന്നറിയണ്ടേ? യഥാസ്ഥിതികരായ ഇന്ത്യയിലെ ഏറ്റവും
അധപ്പതനത്തിന്റെ പിന്തിരിപ്പൻ ശക്തികൾ വീണ്ടും 75,000 സ്ത്രീകളെ തെരുവിലിറക്കിക്കൊണ്ട് സതി തിരിച്ചു കൊണ്ടുവരണം എന്ന രൂപേണ കലഹമുണ്ടാക്കി നാട്ടിന്റെ സമാധാനം മാറ്റിക്കളഞ്ഞു. ഭർത്താവിന്റെ ഇതിലേക്ക് ചാടി മരിക്കാൻ കാത്തു നിൽക്കുന്ന 75,000 സ്ത്രീകളുടെ ഇത്തരത്തിൽ ആത്മസമർപ്പണം കണ്ട് ആളുകൾ നടുങ്ങിപ്പോയെങ്കിലും ഇത്തരം വെല്ലുവിളികളുടെ നടുവിലും ഈ രാജ്യത്ത് സതി നിർമ്മാർജ്ജന നിയമം, സതി നിരോധന നിയമം, ഇനി സതി നടത്താനാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു നിയമം പാസാക്കിയപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതരാ അത് സുവിശേഷം പ്രസംഗിക്കുന്ന എന്നെപ്പോലുള്ള ആളുകളാണ്. അതിന്റെ പിന്നിലെ കാരണം അവരിൽ അധിഷ്ഠിതമായ മാനവബോധത്തിന്റെ തീവ്രതയേറിയ ആശയമായിരുന്നെങ്കിൽ ആ ആശയത്തിന് പ്രചോദനമായ കർത്താവായ യേശുക്രിസ്തുവിനെ, അഖില ലോകത്തിന്റെ രക്ഷകനെ ഈ ഞങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പാകെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ സുവിശേഷത്തിന്റെ സാരാംശം ഇങ്ങനെ ആവർത്തിച്ചു പറയട്ടെ. മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. സകല നാമത്തിനും മേലായ നാമത്തിന്റെ കാരണഭൂതനായ ഈ യേശുക്രിസ്തുവിന്റെ നാമം കടന്നു ചെന്ന ഇടത്തൊക്കെ ലോകരാഷ്ട്രങ്ങളിൽ ഇരുളിൽ കിടന്ന ജനത്തിന് വലിയ വെളിച്ചത്തിന്റെ ആ ശോഭ അനുഭവിപ്പാൻ അവസരമുണ്ടായി തീർന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യവും അനുഭവിച്ചിട്ടുള്ള ഇത്തരം വിമോചനങ്ങളുടെ നാന്ദി, അതിന്റെ പിന്നിലെ പ്രചോദനം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ സ്വാതന്ത്ര്യ ദിവസത്തിൽ ഇന്ത്യ മുഴുവൻ ബഹുമാനിക്കേണ്ട, ഇന്ത്യ മുഴുവൻ ആദരിക്കേണ്ട, ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കേണ്ട ഉജ്ജ്വലമായ ആ നാമത്തിന്റെ മഹനീയത ഒരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ട് ഞാൻ ആവർത്തിക്കട്ടെ. ഈ രാജ്യത്തെ ഇന്നുള്ള നിലയിലേക്ക് പുനർനിർമ്മിക്കുവാൻ പ്രേരകമായി ഇവിടെ പ്രവർത്തിച്ച നവോത്ഥാന നായകന്മാരെ പ്രചോദിപ്പിച്ച, അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള പിന്തുണകളും നൽകിയത് സുവിശേഷത്തിന്റെ വക്താക്കളായിരുന്നു എന്ന സത്യം നമ്മുടെ രാജ്യം വിസ്മരിക്കരുത് എന്ന് സ്നേഹബുദ്ധിയാൽ ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, അതിക്കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ആയുർവേദം എന്നൊരു ചികിത്സ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആയുർവേദത്തിന്റെ പ്രത്യേകത? അത് നിർവഹിക്കുന്നത് പലപ്പോഴും ഒരു ബ്രാഹ്മണനായ വൈദ്യനായിരിക്കും. ആ വൈദ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുമ്പിൽ വരുന്നത് രോഗിയല്ല, തൻ്റെ മുമ്പിൽ വരുന്ന ബ്രാഹ്മണ രോഗിയുണ്ട്, തൻ്റെ മുമ്പിൽ വരുന്ന വൈശ്യരോഗിയുണ്ട്, ക്ഷത്രിയ രോഗിയുണ്ട്, അസ്പർശ്യരായ ശൂദ്രനും പുറത്തുള്ള 5ാം വർണ്ണത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഇവരുടെ അരികിലേക്ക് അടുക്കാൻ ഈ വൈദ്യന് കഴിയില്ല. ഇന്നിപ്പോൾ പലരും ഘോഷിക്കാറുണ്ട്, ആയുർവേദം ആയുഷിൻ്റെ വേദമാണ്, അതിന് പാർശ്വഫലങ്ങളില്ല. ആ ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ ഗുണദോഷങ്ങളെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഒന്ന് പറയട്ടെ, ഈ ചികിത്സ പലപ്പോഴും ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാനവർഗങ്ങളായ ദലിതർക്കും മറ്റു പിന്നോക്കർക്കും യാദവർക്കും ഈഴവർക്കും ഒക്കെ നിഷിദ്ധമായൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഈ വൈദ്യന് ഇവരെ തൊടാൻ വയ്യ, തൊടാൻ മാത്രമല്ല കാണാൻ വയ്യാത്തൊരു കാലം. 64 അടി അകലെ നിന്നുകൊണ്ട് വൈദ്യനെ കാണേണ്ടി വരുന്ന ഒരു രോഗിയുടെ അവസ്ഥ. അവർക്കിടനിലക്കാരനായി നിൽക്കുന്ന ആൾ അവർക്കിടയിലൂടെ നടന്ന് രോഗം കിട്ടും, രോഗലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞും വരുമ്പോൾ രോഗത്തിന് ചെയ്യേണ്ട ചികിത്സകളുടെ പേര് വിവരങ്ങൾ ഇവിടെ നിന്ന് ഉദ്ധരിച്ച കുറിപ്പും കൊണ്ട് അവിടെ കൊണ്ടില്ലുകയും പണം വാങ്ങിക്കൊണ്ട് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ആധുനിക ചികിത്സാരീതിയെക്കുറിച്ചുള്ള പാശ്ചാത്യമായ അറിവുകൾ കടൽ കടന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നത്. എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഒരു ഡോക്ടർ, അയാളുടെ കയ്യിലൊരു കുഴല്, സ്റ്റെതസ്കോപ്പ് എന്നല്ലേ നാം അതിന് പറയുക, അദ്ദേഹത്തിൻ്റെ ഒപ്പം മിടുക്കിയായ ഒരു പെൺകുട്ടി, അവരുടെ പക്കലൊരു ബാഗ്, അതിൽ കുറേ മരുന്നുകൾ, ഇതുമൊക്കെയായി തന്നെ കാണാനെത്തുന്ന രോഗികളെ അടുത്തിരുത്തും. ഇതാ ഈ സുമുഖനായ സായിപ്പ് തൻ്റെ അരികിൽ കൊണ്ടുവന്നിരിക്കുന്ന രോഗിയുടെ നെഞ്ചിലേക്ക് തൻ്റെ കാതിൽ വെച്ച ആ കുഴലിൻ്റെ അഗ്രം ഘടിപ്പിച്ചിട്ട് ഈ രോഗം പരിശോധിക്കുകയാണ്. ആ സമയത്ത് ഇയാളുടെ പനി പരിശോധിക്കാൻ തെർമോമീറ്റർ എന്നൊരു ഉപകരണമുണ്ടല്ലോ, അത് ഡെറ്റോൾ വെള്ളത്തിൽ മുക്കിയിട്ട് അണുവിമുക്തി വരുത്തിയ ശേഷം നാവിലേക്ക് തൊടുവിക്കുകയാണ്. പിന്നെയും അതിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ഒരേ ഒരു വഴി അണുവിമുക്തി വരുത്തിയ ശേഷം വീണ്ടും അടുത്ത ആളിൻ്റെ നാവിലേക്ക് വെക്കുകയാണ്. ആ പ്രക്രിയ ഒരിടത്ത് നടക്കുമ്പോൾ ഇതാ ഡോക്ടർ പരിശോധിക്കുന്നു, നാടി പിടിക്കുന്നു, കുറിപ്പെഴുതുന്നു. ഈ കുറിപ്പൊക്കെ എഴുതിയ ശേഷം ഒരു കാഴ്ച നമുക്കിവിടെ കാണാം. മരുന്നുകൾ കൊടുക്കുന്നു, എല്ലാവർക്കും ഒരേ തരം മരുന്ന്, എല്ലാവർക്കും ഒരേ തരം പരിശോധന, എല്ലാവരോടും സൗമ്യഭാവേനയുള്ള അപ്പോൾ തന്നെ ആധികാരികമായ നിർദ്ദേശങ്ങൾ, ആവശ്യമാണെങ്കിൽ ഇഞ്ചക്ഷൻ. ഇതൊക്കെ കണ്ടിട്ട് ഇന്ത്യ മഹാരാജ്യത്തിലെ ജനസാമാന്യങ്ങൾ അമ്പരന്നു. കാരണം ആയുർവേദത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വലുതായിരിക്കാം, അത് ആയുഷിൻ്റെ വേദമെന്ന പ്രകീർത്തനം നല്ലതായിരിക്കാം, പക്ഷേ ഇന്ത്യയിലെ ജനസാമാന്യങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങാൻ ആ ശാസ്ത്രത്തിൻ്റെ വരേണ്യത, അതിൽ അഭിരമിച്ചിരുന്നൊരു ജനത്തിൻ്റെ കുത്തകാവകാശം അത് അനുവദിക്കാതിരുന്നപ്പോഴാണ് ഇത്തരം പാശ്ചാത്യമായ ചികിത്സകൾ ജനകീയമായത്. അതുകൊണ്ട് ഞാൻ ഈ തെരുവിൽ നിന്ന് വിളിച്ചു പറയും, ഈ സ്റ്റെതസ്കോപ്പ് ഉണ്ടല്ലോ, ഒരു മനോഹര ഉപകരണം, ആ കാലഹരണപ്പെടാത്ത ഉപകരണം, ചങ്കിടിപ്പ് തിരിച്ചറിയുന്ന ആ ഉപകരണം കേവലം ചങ്കിടിപ്പ് തിരിച്ചറിയുക മാത്രമല്ല ചെയ്തത്,
മനുഷ്യത്വത്തെ കൂടി തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇടതുപക്ഷക്കാരൻ അരിവാള് കൊണ്ട് ചെയ്ത വിപ്ലവത്തെക്കാൾ നിശബ്ദവും ആധികാരികമായ വിപ്ലവമായിരുന്നു സ്റ്റെതസ്കോപ്പ് കൊണ്ട് ഡോക്ടർ ചെയ്ത വിപ്ലവം. അങ്ങനെ മനുഷ്യ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന വിവേചനത്തിൻ്റെ കനം കുറയ്ക്കാൻ, ജാതി സമവാക്യങ്ങളുടെ കരുത്ത് കുറയ്ക്കാൻ ഉപയോഗിക്കപ്പെട്ട ഉജ്ജ്വലമായൊരു ഉപകരണത്തിൻ്റെ പേരാണ് ഈ സ്റ്റെതസ്കോപ്പ്. നിങ്ങൾ ഈ പാശ്ചാത്യരെ കളിയാക്കുമ്പോൾ എൻ്റെ പൊന്നു സുഹൃത്തേ, യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓടാൻ സാധിക്കുക? ഈ വസ്തുതകളെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിഷേധിക്കാൻ സാധിക്കുക? എന്തുകൊണ്ട് ഭാരതത്തിൻ്റെ പൗരാണികമായ ഈ സംസ്കാരം ജനസാമാന്യങ്ങളെ ഒന്നായി കണ്ടില്ല? അവരുടെ ആവശ്യകതകൾ ഒരുപോലെ പെരുമാറിയില്ല. രോഗിയെ രോഗിയായി കാണേണ്ടതിന് പകരം ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ജാതിയുടെ ഇരുണ്ട കണ്ണാടിക്കൂട്ടിലൂടെ ലോകത്തെ കാണുവാൻ പഠിപ്പിച്ചിട്ട് അത് മഹത്തരമാണെന്ന് ഞങ്ങൾ വാഴ്ത്തിപ്പാടണം. അത്രേ നടക്കില്ല സാർ. അത്തരം തെറ്റൂരങ്ങൾ ഇനി മുതൽ നിങ്ങൾ പോക്കറ്റിൽ വെച്ചാൽ മതി. അത് ആധികാരികമായി പറയാനുള്ള എൻ്റെ ആർജവത്തിൻ്റെ പിന്നിലെ എൻ്റെ അധികാരമെന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ വോട്ട് ചെയ്യുന്ന ഈ മഹാരാജ്യത്തിൽ എൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ ആരുടെയും ഔദാര്യമായിരിക്കുന്നില്ല. അത് ഭരണഘടനാദത്തമായ അവകാശമാണെന്നുള്ള ആ അവബോധം ഞാൻ ഒരിക്കൽ കൂടി ഈ നാട്ടിൽ നിന്ന് പ്രഖ്യാപിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഒരു സന്തോഷമുണ്ട്. അത് എൻ്റേത് മാത്രമല്ല, എന്നെപ്പോലെ ജനകോടികളുടെ ഒരുപോലെയുള്ള ആവശ്യകവും ആവേശവും ആവശ്യകതയുമാണ്. അത് പറയാൻ കഴിയുന്ന ഖണ്ഡങ്ങൾ ഇനിയും ഉണരട്ടെ. ഇത് പറയാനുള്ള എൻ്റെ ബോധ്യങ്ങളുടെ പിന്നിലെ പ്രചോദനം ഞാൻ പഠിച്ച വസ്തുതകളാണ്, ഞാൻ മനസ്സിലാക്കിയ ആശയങ്ങളാണ്. ആ ആശയങ്ങളുടെ പ്രചോദനം ഞാൻ വായിച്ച വിശുദ്ധ ബൈബിളാണ്. ആ ബൈബിളിലേക്ക് എന്നെ നയിച്ചത്, എനിക്ക് വേണ്ടി പ്രാണനെ തന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരണ പദ്ധതിയാണ്. ആ പദ്ധതിയിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ അത് മതം മാറ്റം എന്ന സാമാന്യമായ അർത്ഥത്തിലേക്ക് നിങ്ങൾ തള്ളിവിടരുത്. കാരണം ഇതൊരു വിമോചനത്തിൻ്റെ കൂടി വഴിയായിരുന്നു. അടിമച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മനുഷ്യരാശി പ്രാപിച്ചെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ വിളംബരത്തിൻ്റെ പേരാണ് സുവിശേഷമെങ്കിൽ, ഞാൻ പ്രാപിച്ചെടുത്ത ആ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം ഈ മനോഹര സുദിനത്തിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചു കൊള്ളട്ടെ. മറ്റൊരുത്തിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം. യേശുവിനെ ഉയർത്തുവാൻ ഈ ഒരു അവസരം ഞങ്ങൾ വെറുതിരിക്കുന്നതിൻ്റെ പിന്നിലെ ചേതോവികാരം 2000 ആണ്ടുകൾക്കപ്പുറത്ത് പാലസ്തീനിയായുടെ പർവ്വത പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ജനസാമാന്യങ്ങൾ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം ഇങ്ങനെയായിരുന്നു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരം ആരും ദൈവപിതാവിൻ്റെ അരികിലെത്തുന്നില്ല. മനുഷ്യരാശിയെ സാക്ഷാൽ സൃഷ്ടിക്ക് കാരണഭൂതനായ പ്രപഞ്ചനാഥന്റെ അരികിലേക്ക് നയിക്കാൻ കാലത്തിന്റെ തികവിങ്കൽ ജഡമെടുത്ത് ഇഹലോകത്തിലേക്ക് വന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ മനോഹര സന്ദേശം അത് ജാതിക്കതീതമാണ്, വർണ്ണത്തിനതീതമാണ്, വർഗത്തിനതീതമാണ്. എല്ലായിടത്തുമുള്ള എല്ലാ മനുഷ്യരെയും ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അതീതമായി സ്നേഹിക്കുന്ന ഓരോറ്റ ശക്തിയെ ലോകത്തുള്ളൂ. ആ ശക്തിയുടെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. അത് ചരിത്ര സത്യം, അത് വചനസത്യം, അത് ഉറപ്പിച്ചറിഞ്ഞ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ ഒരിക്കൽ കൂടി ഈ ഗ്രാമത്തിൽ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു: അവന് തുല്യനായി ആരുമില്ല. അവിടുത്തെ സ്നേഹത്തിന്റെ മൂർത്തീഭാവത്തോട് ഹൃദയംഗമായി ഒട്ടിനിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം വീണ്ടും മനസ്സിലാകും. യേശു എന്നത് കേവലം വായിച്ചു പഠിക്കേണ്ട ഒരു തത്വസംഹിത എന്നതിനപ്പുറത്ത് അനുഭവിച്ച് തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ബൈബിളിലെ ഒരു വചനം ഞാൻ ഇങ്ങനെ ഉരുവിടുന്നു: ദൈവം നല്ലവൻ എന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിലുള്ള ആശ്രയബോധം എന്തിനാണ് സുഹൃത്തെ? അത് കേവലമായ ജൽപ്പനങ്ങൾക്കോ പ്രാർത്ഥന കേൾക്കുന്ന അനുഭവങ്ങൾക്കോ വേണ്ടി മാത്രമായി നിങ്ങൾ ചുരുക്കരുത്. കാരണം നമ്മുടെ രാജ്യം പഠിപ്പിച്ചു തന്ന ദൈവാവബോധത്തിൽ പോലും ഈ വൈശിഷ്ട്യങ്ങളുണ്ട്, വൈരാഗ്യങ്ങളുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിയെപ്പറ്റി എന്തെല്ലാം കോമഡികൾ നോക്കണമേ പ്രിയപ്പെട്ടവരെ. ഇതാ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നമ്മുടെ മഹത്തായ സംസ്കാരമെന്ന് ചിലരെങ്കിലും കൊട്ടിക്കോഷിച്ച് നമ്മുടെ കാതുകളിൽ കൊണ്ട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ സന്ദേശത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു? എങ്ങനെയായിരുന്നു നിങ്ങളുടെ സൃഷ്ടി? എങ്ങനെയായിരുന്നു പിറവി കൊണ്ടത്? നോക്കണമേ. ഒരാൾ ദാ സൃഷ്ടാവിൻ്റെ തലയിൽ നിന്ന് പിറക്കുന്നു, അടുത്തവൻ നെഞ്ചിൽ നിന്ന് പിറക്കുന്നു, അടുത്തവൻ അരയിൽ നിന്ന് പിറക്കുന്നു, ഇനി ഒരുത്തൻ കാലിൽ നിന്ന് പിറക്കുന്നു. ആരാണത്? സൃഷ്ടാവിൻ്റെ തലയിൽ നിന്ന് പിറക്കുന്നത് ബ്രാഹ്മണനാണെങ്കിൽ, നെഞ്ചിൽ നിന്ന് പിറക്കുന്നത് ക്ഷത്രിയനാണ്, ഭരണാധികാരമുള്ള രാജാക്കന്മാർ. അരയിൽ നിന്ന് പിറക്കുന്നത് വ്യാപാരികളായ വൈശ്യരാണ്, പാദത്തിൽ നിന്ന് പിറക്കുന്നത് ശൂദ്രരാണ്. പക്ഷേ സൃഷ്ടാവേ, അങ്ങ് സൃഷ്ടാവാണെങ്കിൽ സൃഷ്ടിയായ എൻ്റെ ന്യായമായൊരു ചോദ്യം: താങ്കൾ ഈ സൃഷ്ടി നടത്തുമ്പോൾ ഈ ചാതുർവർണ്ണ്യത്തിൻ്റെ 4 കളറുകളിൽപ്പെടാത്ത യാദവർ സൃഷ്ടിക്കപ്പെട്ടതെങ്ങനെ? പറയൂ. ഈഴവർ സൃഷ്ടിക്കപ്പെട്ടതെങ്ങനെ? അസ്പൃശ്യരെന്ന് വിധി എഴുതിയ ദളിതർ സൃഷ്ടിക്കപ്പെട്ടതെങ്ങനെ? ഇരുണ്ട മണ്ഡലങ്ങളിൽ കിടക്കുന്ന നീഗ്രോകൾ സൃഷ്ടിക്കപ്പെട്ടതെങ്ങനെ? കാട്ടിൽ അധിവസിക്കുന്ന ആദിവാസികൾ സൃഷ്ടിക്കപ്പെട്ടതെങ്ങനെ? അറബികൾ സൃഷ്ടിക്കപ്പെട്ടതെങ്ങനെ? ജൂതൻ സൃഷ്ടിക്കപ്പെട്ടതെങ്ങനെ? അല്ലയോ വിശേഷര, അങ്ങാണ് വിശ്വത്തിൻ്റെ ഉടമയെങ്കിൽ, പ്രപഞ്ചത്തിൻ്റെ നാഥനെങ്കിൽ, സൃഷ്ടിയുടെ ഈ ചോദ്യത്തിൽ നിന്ന് താങ്കൾക്ക് മുഖം തിരിച്ചു നിൽക്കാൻ സാധിക്കയില്ല.
ഇതാ അഭ്യസ്തവിദ്യരായൊരു പുതിയ തലമുറ സൃഷ്ടാവെന്ന അവകാശവാദം മുഴക്കുന്ന താങ്കളെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു ചോദ്യം: ആരാണ് ഞങ്ങളുടെ സൃഷ്ടി നടത്തിയത്? ഞങ്ങളുടെ സൃഷ്ടി താങ്കളല്ല നടത്തിയതെങ്കിൽ ഞങ്ങളുടെ വിധ എന്ത് തരം ജൂറിസ്ഡിക്ഷനാണ് അങ്ങേക്കുള്ളത്? എന്ത് വിധി നടത്താനാണ് അധികാരം? അങ്ങനെയെങ്കിൽ ആ അധികാരം ഞങ്ങളിക്കൊന്ന് ബോധ്യപ്പെടുത്തൂ. അതിന് കഴിയുന്നില്ല എങ്കിൽ ഞങ്ങളിതാ സ്നേഹപൂർവ്വം താങ്കളെ ബഹിഷ്കരിക്കുന്നു. ബഹിഷ്കരിച്ചിട്ട് എനിക്ക് പ്രപഞ്ച സൃഷ്ടാവെന്ന് തോന്നുന്ന, സകലത്തിനും കാരണഭൂതനെന്ന് എനിക്ക് ബോധ്യം വരുന്ന, സകലത്തെ സൃഷ്ടിച്ച ഏകസത്യ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ വഴി ഞാൻ സ്വീകരിച്ചതിന് മതപരിവർത്തനം എന്ന വാക്കുകൊണ്ട് നിങ്ങൾ ചുരുക്കുകയാണോ? അതിന്റെ പ്രചോദനം പാൽപ്പൊടി കഴിച്ചിട്ടാണെന്ന് പറയുകയാണോ? അതിന്റെ പിന്നിൽ വൈറ്റമിൻ ഗുളിക കഴിച്ചിട്ടാണെന്ന് പറയുകയാണോ? അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം: കേവലം പാൽപ്പൊടി കഴിച്ചിട്ട് വൈറ്റമിൻ ഗുളിക വാങ്ങി ഭക്ഷിച്ചിട്ട് ഒന്നോ രണ്ടോ നാണയത്തൊട്ടുകൾ വാങ്ങിയിട്ട് ത്യജിച്ച് കളയുന്നത് കളയത്തക്ക വിധം ദുർബലമാണ് ഈ സംസ്കാരമെങ്കിൽ ലജ്ജയില്ലേ ഇതേക്കുറിച്ച് പറയാൻ? അതുകൊണ്ട് ചരിത്രം പഠിക്കൂ, വസ്തുതകൾ മനസ്സിലാക്കൂ. ഇനിയുള്ള തലമുറയെങ്കിലും മാറി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം സംജാതമായിരിക്കുന്നു. അപകടകരമായൊരു രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് ഇന്ത്യ മഹാരാജ്യം കടന്നു പോകുമ്പോൾ ഈ രാജ്യം ഇന്നാർജിച്ച അറിവുകൾക്ക് മുഴുവൻ അവർ കടപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ബൈബിളിനോടാണ്. ആ ബൈബിളും അതിൻ്റെ ഉള്ളടക്കമായ യേശു ക്രിസ്തുവിനെയും ഈ കേൾവിക്കാരുടെ മുമ്പിൽ സഹർഷം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആവിഷ്കരിക്കട്ടെ: മറ്റൊരുവനിലും മറ്റെവിടെയും മറ്റെങ്ങനെയും രക്ഷയില്ല. മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരാശിക്ക് ദൈവം കൊടുത്ത ഒരേ ഒരു ഉത്തരം കർത്താവായ യേശു ക്രിസ്തു. മനോഹരമായ ഈ പ്രപഞ്ചത്തെ നിങ്ങൾ കാണുക. ഞാൻ പാദമൂന്നി നിൽക്കുന്ന ഈ മനോഹര ഭൂമി, ഞാനിവിടെ നിൽക്കുമ്പോൾ ഇതുവഴി ചീറിപ്പായുന്ന 80 കിലോമീറ്റർ വേഗത്തിലോടുന്ന വാഹനങ്ങളെ ശ്രദ്ധിക്കുന്നു. ധാരാളം വ്യാപാരി സുഹൃത്തുക്കളെ കാണുന്നു. നടന്നു പോകുന്നവരെ, സാവധാനം പോകുന്നവരെ, നിന്ന് പ്രസംഗം ഏകാഗ്രതയോടെ കേൾക്കുന്ന നിങ്ങളെ ഞാനിവിടെ ദർശിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഭൂമി ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കറങ്ങുന്ന ഭൂമിയിലാ 80 കിലോമീറ്റർ വേഗത്തിൽ നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്നത്. ഈ കറങ്ങുന്ന ഭൂമിയിലാ ഞാനും നിങ്ങളും നടന്നും ഓടിയും ഒക്കെ യാത്ര ചെയ്യുന്നത്. ഈ ഭൂമിയുടെ ചലനമറിയാതെ ഈ ചലിക്കുന്ന ഭൂമിയിൽ ഭൂമിയോടൊപ്പം യാത്ര ചെയ്ത് ഞാനും നിങ്ങളും ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ മനോഹര ഭൂമിക്ക് ഒരു ചെരിവുണ്ടെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു സാങ്കല്പിക അച്ചുതണ്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ പദപ്രയോഗം. ആ മനോഹരമായ ഭൂമിയുടെ ഈ സാങ്കല്പികമായ അച്ചുതണ്ട്, അതിനൊരു ചെരിവുണ്ട്. അതിന് 23 ഡിഗ്രിയുടെ ചെരിവാണ് ഏകദേശം പറയുക. ആ ചെരിവിൻ്റെ ഒരു മനോഹര കണക്ക് ഞാൻ നിങ്ങളോട് പറയാം. 23 ഡിഗ്രി എന്നുള്ള ഈ ചെരിവ് 22 എന്ന് ധരിക്കുക. ഭൂമി തണുത്തുറഞ്ഞ് ഒരു വലിയ മഞ്ഞുഗോളമായിത്തീരും. മഞ്ഞ് മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ ഗോളത്തിൽ എത്ര ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. മഞ്ഞ് മാത്രമായി, മഞ്ഞിൻ്റെ ആ കഠിനമായ ഐസ് കട്ടയായി ഈ ഭൂമി മാറിപ്പോകുവാൻ 23 എന്ന ആ കണക്കിൽ നിന്ന് 22ൻ്റെ 1 ഡിഗ്രി ചരിഞ്ഞാൽ മതി. എന്നാൽ 23 എന്നതിൽ നിന്ന് ഭൂമി 24ലേക്കാണ് അതിൻ്റെ ചരിവെങ്കിൽ സംഭവിക്കുന്ന മറ്റൊരു ഉത്തരമാണ്: ഈ ഭൂമി കത്തിക്കൊണ്ടിരിക്കും. കരിഞ്ഞ് ഊഷര മരുഭൂമിയായി, ഒരു കരിക്കട്ടയായി ഈ ഭൂമി നിപതിക്കും. അങ്ങനെ 24ൻ്റെ തീഷ്ണമായ ആ ചൂടേറിയ അനുഭവത്തിൽ നിന്നും 22ൻ്റെ തണുത്തുറഞ്ഞ മഞ്ഞുപാളിയായിത്തീരുന്ന ആ പരിണാമ പ്രക്രിയയിൽ നിന്നും അതിനിടയ്ക്ക് വളരെ മനോഹരമായൊരു കണക്ക് നിരത്തി ജീവജാലങ്ങൾക്കെല്ലാം വസിക്കാൻ പാകത്തിന് സംശുദ്ധമായൊരു കണക്കിൽ ഈ ഭൂമിയെ ഉൽപ്പാദിപ്പിച്ച് നിലനിർത്തി അതിൻ്റെ ഭ്രമണതാളങ്ങളെ നിയന്ത്രിച്ച് സഞ്ചാരപഥത്തിലൂടെ അതിനെ കടത്തിവിട്ട് സൂര്യചന്ദ്രന്മാരുമായി കൃത്യതയാർന്ന അകലം പാലിച്ച് കോടാനുകൂടി നക്ഷത്ര സമൂഹത്തെ കൊണ്ട് ഒരു മനോഹര ഗാലക്സി ഉണ്ടാക്കി ഈ ഭൂമിയുടെ സംരക്ഷണം കൃത്യതയോടെ ഏറ്റെടുത്ത ആ വിദഗ്ധനായ എഞ്ചിനീയർ ആരാണ് സുഹൃത്തെ? ആ എഞ്ചിനീയർ, ആ വിദഗ്ധ ശില്പിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. തിരുവെഴുത്ത് പറയുകയാണ്, വളരെ കൃത്യമായി പറയുകയാണ്, ആരാണ് യേശു ക്രിസ്തു? യേശുവിനെ കുറിച്ചുള്ള വിശുദ്ധ ബൈബിളിന്റെ ആധികാരികമായ സമീപനം, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സകല സൃഷ്ടിക്കും ആദ്യജാതൻ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തിരം ഉളവായി. ഈ ഭൂമി ഉളവായതിന്, ഈ പ്രപഞ്ചം ഉളവായതിന്, ചരാചരങ്ങൾ ഉളവായതിന്റെ പിന്നിലെ കാരണഭൂതനെ ഞങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുമ്പോൾ വിശുദ്ധ ബൈബിൾ തരുന്ന ആ മനോഹരമായ ഉത്തരം നിങ്ങളുടെ ഹൃദയത്തിലും ഒരിക്കൽ കൂടി ഞങ്ങൾ വിശുദ്ധ ലിഖിതങ്ങളാൽ ഒരിക്കൽ കൂടി അതിൻ്റെ ആധികാരികതയോടെ സ്ഥാപിച്ചെടുക്കട്ടെ. യേശുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ. കാലത്തിൻ്റെ തികവെങ്കൽ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച പ്രപഞ്ചനാഥൻ തൻ്റെ പുത്രനിലൂടെ ലോകം മുഴുവൻ രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചു.
എല്ലായിടത്തുമുള്ള എല്ലാ മനുഷ്യരും കരഗതമാക്കേണ്ട ആ സ്വാതന്ത്ര്യമാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം. വിശുദ്ധ ബൈബിൾ പറയുന്നു, എന്താണ് സ്വാതന്ത്ര്യം? പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. അങ്ങനെയാണ് സുവിശേഷം കടന്നു എന്ന മണ്ഡലങ്ങളിലെല്ലാം സംഭവിച്ച മാറ്റം എന്നുള്ളത്. ഇന്ത്യ ആർജിച്ചതും അതേ മാറ്റമാണ്. ഇന്ത്യയിൽ 28 സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളം ആർജിച്ച ഈ ബൗദ്ധികമായ മേധാവിത്വത്തിന്റെ പിന്നിലെ പ്രചോദനം വിശുദ്ധ ബൈബിളാണ്. അത് പഠിപ്പിച്ച സുവിശേഷകരാണ്. സുഹൃത്തെ, ഇന്ത്യ കൊള്ളയടിക്കാൻ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരനെയും ഇന്ത്യയിലേക്ക് വന്ന സുവിശേഷകരെയും രണ്ടായിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. സുവിശേഷകർ എന്ത് കുറ്റം ചെയ്തു? അവർ കൊള്ളയടിച്ചുവോ? അവർ ഈ ഗ്രാമത്തിൽ, ഈ നാട്ടിൽ എന്തെങ്കിലും അശുദ്ധി പ്രവർത്തിച്ചുവോ? ഈ രാജ്യത്തിൽ ഭാഷകളെ സംസ്കരിച്ച് വ്യാകരണ നിയമങ്ങളുണ്ടാക്കി, നിഘണ്ടുക്കൾ ഉണ്ടാക്കി, പരിഭാഷകൾ നിർവഹിച്ചുകൊണ്ട് വിലപിടിപ്പുള്ള നമ്മുടെ അറിവുകളെ സാർവത്രികമാക്കാൻ പാകത്തിന് അക്ഷര പരിശ്രമം ചെയ്ത ആയിരക്കണക്കിനായ മിഷണറി വീരന്മാർ ഇന്ത്യ മഹാരാജ്യത്തിലെ മനുഷ്യത്വത്തിന്റെ നിർമ്മിതിയിൽ ഇടപെട്ടുകൊണ്ടിരുന്നപ്പോൾ ഇതാ നിങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ചാപ്പ കുത്തി ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ വിമോചനത്തിന്റെ വിപ്ലവാത്മകമായ മുന്നേറ്റത്തെ കണ്ടില്ല എന്ന് നടിക്കുന്ന ആ തിമിരം ബാധിച്ച കണ്ണുകളെ കൃത്യതയോടെ വിമർശിക്കേണ്ടി വരുന്നു എന്ന് ഞാൻ നിരാശയോടെ പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് ഇന്ത്യ, ആധുനിക കേരളം, നാം പാദമു നിൽക്കുന്ന ഈ രാജ്യത്തെ കരുപ്പിടിപ്പിച്ചത് പൗരാണികമായ ഏതെങ്കിലും വേദങ്ങളിലെ സൂക്തങ്ങളല്ല, അന്നിവിടെ പ്രവർത്തിച്ച ഏതെങ്കിലും മതസംഹിതകളോ ആശയസംഹിതകളോ അല്ല. അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യത്വം എന്ന ആദർശം മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിലെ ജനകോടികൾക്ക് വേണ്ടിയിട്ട് പ്രാണത്യാഗം ചെയ്ത നൂറുകണക്കിനായ സുവിശേഷ പ്രവർത്തകരാണ്. ആ സുവിശേഷം ഇത് നിരോധിക്കാനുള്ള, അതിൻ്റെ പ്രസംഗങ്ങളെ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തുവാനുള്ള, മതപരിവർത്തനത്തിന്റെ ചാപ്പകുത്തി അതിനെ ഒതുക്കുവാനുള്ള ഇത്തരം കുൽസിത ശ്രമങ്ങൾ മനുഷ്യരാശിയുടെ വിമോചനത്തിനെതിരെയുള്ള ചിലതരം അധികാര നഷ്ടങ്ങളുടെ നിരാശയുടെ പ്രതിഫലനം മാത്രമായിട്ടേ കാണാൻ സാധിക്കൂ. അതുകൊണ്ട് ഒരു തിരുത്തൽ ഈ രാജ്യത്തിന് ആവശ്യമാണ്, ഈ ദേശത്തിന് ആവശ്യമാണ്, ഈ സമൂഹത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എനിക്കും നിങ്ങൾക്കും ശുഭകരമായ ഒരു ധന്യമായ ജീവിതത്തെ വാഗ്ദത്തം ചെയ്ത ആ കരുത്തുറ്റ ശക്തിക്ക് മുമ്പിൽ നിങ്ങൾ ഒരു വേള തലകളെ നമിക്കൂ, ഹൃദയത്തെ ഏകാഗ്രമാക്കൂ. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഇന്ന് ഈ പ്രസംഗത്തിനൊപ്പം പാട്ടുപാടുന്ന മറ്റ് പല നിലകളിൽ ഈ പൊതുയോഗത്തിൽ സഹകരിക്കുന്ന ബഹുമാനരായ സുഹൃത്തുക്കൾ പലരും തകർന്നടിഞ്ഞവരായിരുന്നു, മദ്യത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചവരായിരുന്നു, അടിമത്തം ഭരിച്ചവരായിരുന്നു. എന്നാൽ ഇന്ന് അവരനുഭവിച്ച ആത്മസന്തോഷത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഈ സ്വാതന്ത്ര്യ പുലരിയിൽ ത്രിവർണ്ണ പതാകയും കയ്യിലെന്തി മറുകയിൽ വിശുദ്ധ ബൈബിളും എന്തിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായി ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഈ വചനം പ്രസംഗിക്കുന്നത്. ഈ ദിവസം ഞങ്ങളുടെ വഴിയാത്രയിൽ തന്നെ എത്രയെത്ര ഇത്തരത്തിലെ പ്രഭാഷകരെ കണ്ടു. അവരെ അഭിവാദ്യം ചെയ്ത് ഞങ്ങളും കടന്നു പോകുമ്പോൾ വലിയ സന്തോഷം. ഈ നാടും നഗരവും സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്സവ ലഹരിയിൽ ആറാടുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കൂ, നിങ്ങളും സുഹൃത്തേ, നിങ്ങൾ സ്വതന്ത്രരാണോ? ചിന്താമണ്ഡലങ്ങളിൽ സ്വതന്ത്രരാണോ? ജീവിത പദ്ധതികളിൽ സ്വതന്ത്രരാണോ? തീർച്ചയായും ഇന്ത്യക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് വ്യവഹാര കോടതികളുണ്ട്, നിയമനിർമ്മാണ സഭകളുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. കുറവുകളേറെയുണ്ടെങ്കിലും നമ്മുടെ രാജ്യം മഹനീയമായ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. നമ്മെ ഈ രാജ്യം ഭരമേൽപ്പിച്ചിട്ട് ബ്രിട്ടീഷുകാർ തിരഞ്ഞോടുന്ന ഒരു ഘട്ടത്തിൽ അവർ ധരിച്ചത് നമ്മൾ അടിച്ചു പിരിയും എന്നായിരുന്നു. അടിച്ചു പിരിയത്തക്ക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ അടിച്ചു പിരിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ ഏതെങ്കിലും ഒരു മതം ഭരിക്കുന്ന രാജ്യമല്ല, ഇത് മതേതര രാജ്യമാണ്, സെക്യുലറിസ്റ്റിക് സോഷ്യലിസ്റ്റ് കൺട്രിയാണിത്. ആ രാജ്യത്ത് അടികൂടി ഈ രാജ്യം തകരുമെന്നൊക്കെ വിഭാവനം ചെയ്ത ലോകരാഷ്ട്രങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് 75 ആണ്ടുകൾ കൊണ്ട് ഇന്ത്യ വളർന്നു. എന്താ നമ്മൾ കണ്ടത്? നമ്മുടെ അടുത്തടുത്ത രാജ്യങ്ങളെ പഠിക്ക്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, അടുത്ത കാലത്ത് തകർന്നടിഞ്ഞ ലങ്ക, മ്യാൻമാർ, ഇത് ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾ. ചൈന പോലും ബുദ്ധിസ്റ്റ് രാജ്യമാണെന്ന് പറയുന്നു. ഔദ്യോഗിക മതം ബുദ്ധിസമാണ്. ബാക്കി രാജ്യങ്ങളെല്ലാം തന്നെ, ചൈന അത്ര കണ്ട് മതാധിഷ്ഠിത രാജ്യമല്ലെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ മതാധിഷ്ഠിതമാണ്. മറ്റു മതങ്ങളുടെ പ്രവർത്തന രീതിക്കൊക്കെ അവിടെ പരിമിതികളുണ്ട്. ഈ മതം ഭരിച്ച രാജ്യങ്ങൾ കാണാത്ത തരത്തിലുള്ള അഭിവൃദ്ധിയും മുന്നേറ്റവും ഇന്ത്യ മഹാരാജ്യത്തുണ്ടായി എന്ന് പഠിക്കണം. അത് ഇന്ത്യയുടെ മഹത്വമാണ്. ആ മഹത്വം പൗരാണികമായ ഏതെങ്കിലും സംസ്കാരത്തിൻ്റെ പ്രചോദനമല്ല. ഇന്ത്യ ആർജിച്ച കരുത്തും നിശ്ചയദാർഢ്യത്തിൻ്റെയും പിന്നിലെ പ്രചോദനം അറിവാണ്, വിദ്യയാണ്. അത് അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾക്ക് കിട്ടാതെ പോയി എന്ന് മാത്രമല്ല,
പലവട്ടം പട്ടാളം ഭരിച്ച് മുടിഞ്ഞ രാജ്യങ്ങളായി മാറി. പട്ടാള മേധാവികൾ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളെ തോക്കുംകുഴലിൻ്റെ മുമ്പിൽ വിറപ്പിച്ചിട്ട് ആ രാജ്യങ്ങൾ പിടിച്ചെടുത്തപ്പോൾ ഒരു മിനിറ്റ് പോലും പട്ടാളം ഭരിക്കാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. കാരണം കരുത്തുറ്റൊരു ഭരണഘടന ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഭരണഘടനയെ ഉന്മൂലനം ചെയ്യാൻ ചില ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യ നേടിയെടുത്ത രാഷ്ട്രീയപരമായ ഈ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ എന്നും വിലമതിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തിനൊപ്പം നമ്മളുണ്ട്. നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗതയും നിർണ്ണയിക്കുന്നതിൽ സുപ്രധാന ഘടകങ്ങളായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. അഭിവൃദ്ധിയുടെ ഉത്തുംഗങ്ങളിലേക്ക് ഈ രാജ്യം കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഏഷ്യയിലെ വലിയ സാമ്പത്തിക സൈനിക ശക്തികൾക്കൊപ്പം ഇന്ത്യയും കുതിക്കുന്നു. ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അങ്ങനെ നേടിയെടുത്ത ഇത്തരത്തിലെ മുന്നേറ്റങ്ങളെയെല്ലാം ഹൃദയപുരസ്സരം നമിക്കുമ്പോൾ പ്രാണത്യാഗം ചെയ്ത രക്തസാക്ഷികളായ ഇന്ത്യയിലെ രാജ്യസ്നേഹികളുടെ ത്യാഗോജ്ജലമായ ആ സ്മരണയ്ക്കൊപ്പം നിൽക്കുമ്പോൾ ആരും മറക്കാൻ പാടില്ലാത്ത ഏറ്റവും സുപ്രധാനമായൊരു കാര്യം മനുഷ്യരാശിയുടെ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം മാത്രമല്ല, ഇരുട്ടിൻ്റെ ആധിപത്യത്തിൽ നിന്ന്, അജ്ഞതയുടെയും അന്ധതയുടെയും ആധിപത്യത്തിൽ നിന്ന്, ദുരാചാരങ്ങളുടെ ആധിപത്യത്തിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിച്ച ഉജ്ജ്വലമായ സന്ദേശം ഈ രാജ്യത്തെ എന്നല്ല ഉലകത്തിലെ എല്ലാ രാജ്യങ്ങളെയും അങ്ങനെ മോചനത്തിൻ്റെ വഴിത്താരിലൂടെ നയിച്ച ഉജ്ജ്വലമായ സന്ദേശം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. ആ സുവിശേഷം കടന്നു പോകുന്നിടത്തൊക്കെ ഇരുളിലിരുന്ന ജനം വലിയ വെളിച്ചം കണ്ടു. അവശേഷിക്കുന്ന ഇന്ത്യയിൽ വ്യാപിക്കുന്ന അവശേഷിക്കുന്ന ഇരുട്ടിനെ കൂടി ഇനിയും തുരത്തിയെറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ശരിയായ ആ സൂര്യവെളിച്ചം കാണാൻ പാകത്തിന് ഈ രാജ്യത്തിലെ ഓരോ പൗരനും കരുത്ത് ലഭിക്കുന്ന ആ നവ്യ സുവിശേഷം, ആ ദിവ്യ സുവിശേഷം ഈ ഗ്രാമത്തിൽ ഒരിക്കൽ കൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വിളംബരം ചെയ്യട്ടെ. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഉത്തമമായ നാമം യേശുക്രിസ്തുവിൻ്റെ നാമം. ആ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ ഒരേ സ്വരത്തിൽ ഉയർത്തുന്നു. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ഒരു പുത്തൻ ജീവിതം കരഗതമാക്കി ഇരുട്ടിൻ്റെ കരാളകസ്തങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു പുത്തൻ സൂര്യോദയം കാണാൻ ഈ വചനം കേൾക്കുന്ന ഏവർക്കും അത്യുന്നതൻ അവസരമൊരുക്കട്ടെ. ശാന്തമായി ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, വന്ദനം. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കും.